Hello guys, welcome back to You Dreams. നിങ്ങളുടെ സ്വന്തം വിഷ്വലായതൻ. ഇന്നത്തെ ടോപ്പിക് വേറെ ഒന്നല്ല, ഒരു യൂറോപ്പാസ് CV എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു ടോപ്പിക്കാണ് ഇന്ന്. നമ്മൾ ഇന്നലെ ഒരു Q&A സെക്ഷൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാൾട്ടയിലേക്കുള്ള വീഡിയോ ആയിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. ആ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു യൂറോപ്പാസ് CVയുടെ അത്യാവശ്യത. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു യൂറോപ്പാസ് CV ആണ് ഇനി അടുത്തതായിട്ട് വേണ്ടത്. അത് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് എല്ലാവർക്കും സ്വപ്നമാണ് യൂറോപ്പിലോ ഇല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലോ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റിൽ ആവും. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലായാലും വർക്ക് പെർമിറ്റിലായാലും ഇപ്പോൾ വിസിറ്റിംഗ് വിസയിൽ പോയിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും സെറ്റിൽ ആവുക എന്നുള്ള അതിയായ ആഗ്രഹം നമുക്കുണ്ട്. അപ്പോൾ ആഗ്രഹം മാത്രം പോരാ, ആ ആഗ്രഹത്തെ നമ്മൾ നമ്മുടെ സ്വപ്നം സഫലീകരിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് യൂറോപ്പാസ് CV. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പല സുഹൃത്തുക്കളും മാൾട്ടയിലേക്കും പല രാജ്യങ്ങളിലേക്കും വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തതിൻ്റെ മെയിൻ ഒരു റീസൺ കൂടിയാണ് അവരുടെ CV ഫോർമാറ്റ് അവിടെ അക്സെപ്റ്റ് ചെയ്യാത്തത്. കാരണം ചിലപ്പോൾ ഈ CV എല്ലാം അവർ വെരിഫൈ ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷനിലൂടെ ആയിരിക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത് യൂറോപ്യൻ CV ഫോർമാറ്റ് ആയിരിക്കാം. അപ്പോൾ ഈ യൂറോപ്യൻ CV ഫോർമാറ്റ് അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് കിട്ടിയില്ലെങ്കിൽ അത് ചിലപ്പോൾ റിജക്റ്റ് ആവും. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കൂടി അവർ ചെക്ക് ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള ഫോർമാറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ അവരൊരു രാജ്യത്ത് അവർക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ അവർ ഡെഫിനറ്റ്ലി അത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്കൊരു അടിപൊളി ഒരു CV ഫോർമാറ്റ്, ഒരു യൂറോപ്യൻ CV ഫോർമാറ്റ് യൂറോപ്പാസ് വെബ്സൈറ്റിൽ കയറി നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാം യൂറോപ്യൻ കൺട്രീസിൻ്റെയും ഇന്ത്യൻ്റെയും അതേപോലെ തന്നെ പല രാജ്യങ്ങളുടെയും കൊറോണ വൈറസ് കാരണം സ്ഥിതി വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കാവുന്ന ഒരേ ഒരു ഹെൽപ്പ് വീട്ടിൽ ഇരുന്ന് സഹായിക്കുക, അതുപോലെ ലോക്ക്ഡൗണിൽ പുറത്തിറങ്ങാതെ സൂക്ഷിക്കുക. അതേപോലെ തന്നെ നമ്മൾ യൂറോപ്യൻ ചിന്തകർക്ക് യൂറോപ്യനിലേക്ക് പോകണം എന്നുള്ള ആൾക്കാർക്ക് ഇത് പറ്റിയ സമയമാണ് വീട്ടിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യാൻ. കാരണം അവർക്ക് യൂറോപ്യൻ CV ഫോർമാറ്റിൽ യൂറോപ്പാസ് ഫോർമാറ്റ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സിനായിട്ട് ഇതേപോലത്തെ വ്ളോഗ്സുകൾ കാണാം. അതേപോലെ വെബ്സൈറ്റുകൾ സന്ദർശിക്കാം. പല ജോബ് പോർട്ടലുകളുണ്ട്. എല്ലാ പോർട്ടലുകളും ഇപ്പോൾ ക്ലോസ് ആണെങ്കിലും ഇനി വരാൻ പോകുന്ന ഒരു നല്ലൊരു സുദിനമായിരിക്കാം. കാരണം ഒരു കൊറോണ വൈറസ് വന്ന സ്ഥിതിക്ക് ഒരുപാട് എക്കണോമി ഡൗൺ ആയിരിക്കുന്ന പല രാജ്യങ്ങളുണ്ട്. അവരെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും പുറത്തുനിന്നുള്ള ആൾക്കാരെ ഹയർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാവാം നമുക്ക്. അപ്പോൾ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റീസൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ വീട്ടിലിരിക്കണം, ലോക്ക്ഡൗണിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കൊറോണ വൈറസ് നമ്മളെ എഫക്റ്റ് ചെയ്യും. പിന്നെ നമുക്കുള്ള സ്വപ്നം എല്ലാം വേസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ ഇതേപോലത്തെ വെബ്സൈറ്റുകളും CVസും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇനി കൂടുതൽ കൺട്രീസിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന എന്നെ പോലുള്ള വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ഞാനിതിൽ കൊണ്ടുവരും. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് അവിടെ എത്തിപ്പെടാമെന്നുള്ള സ്വപ്നം നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അത് നേടിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വളരെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ചു തരാം. ഗൂഗിൾ ബ്രൗസർ എടുത്ത് ജസ്റ്റ് യൂറോപ്പാസ് CV എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതിനകത്ത് ക്രിയേറ്റ് യുവർ CV എന്നുണ്ട്, അപ്ലോഡ് യുവർ CV എന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുന്നത് ക്രിയേറ്റ് യുവർ CV ഒരു ടാബ് ഓപ്പൺ ചെയ്യുന്നു, അപ്ലോഡ് യുവർ CV ഒരു ടാബ് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു പഴയൊരു ഫോർമാറ്റ് PDF ഫോർമാറ്റിൽ CV ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപയോഗമാണ്. അത് നമുക്ക് ജസ്റ്റ് ഇതേപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വെബ്സൈറ്റ് തന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അതിനകത്ത് ഓട്ടോ ഫില്ല് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കിതിനകത്ത് ആഡ് ചെയ്താൽ മാത്രം മതിയോ. ഇത് വളരെ ഡീപ്പായിട്ടുള്ള CV ആണ്. നമുക്കറിയാം യൂറോപ്യൻ ഫോർമാറ്റ് CV എല്ലാ കാര്യത്തിലും ഡീപ്പായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, അതേപോലെ തന്നെ ഏത് വർക്ക് പെർമിറ്റ് എങ്ങനത്തെയാണ്, അതേപോലെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും പേഴ്സണൽ ഡീറ്റെയിൽസ് ആണെങ്കിലും പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ആണെങ്കിലും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എൻ്റെ ഈ CV ഞാൻ ഓൾറെഡി എനിക്കൊരു CV ഇതിനകത്തുള്ളത് കൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ CV ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി ഈ ലിങ്ക് ഓപ്പണാക്കി അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ജോബാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ജോബ് അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എക്സ്പീരിയൻസ് ടൈപ്പ് ചെയ്യുക. അതേപോലെ തന്നെ അതിൽ തന്നെ നമ്മൾ ആ എക്സ്പീരിയൻസിൽ മെയിനായിട്ടുള്ള കീ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ആ പോയിൻറ്റ്സ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു എംപ്ലോയറിനെ നമ്മളെ ചൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നമുക്ക് അവർ ഉദ്ദേശിക്കുന്ന കീ പോയിൻറ്റ്സ് അതിനകത്ത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് ആ ജോബ് തരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ കീ പോയിൻറ്റ്സ് നോക്കുക. എക്സ്പീരിയൻസ് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടോ അത്ര വർഷം എക്സ്പീരിയൻസ് അതിനകത്ത് ആഡ് ചെയ്യുക. ആവശ്യമായിട്ടുള്ള കീ പോയിൻറ്റ്സ് എഴുതുക. അതേപോലെ ക്വാളിഫിക്കേഷൻസ്, എക്സ്ട്രാ സർട്ടിഫിക്കറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. ഇത് സിമ്പിളായിട്ടുള്ളൊരു ഇംഗ്ലീഷാണ്. ഇതിനകത്ത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. അതുപോലെ ലാംഗ്വേജ് നമുക്ക് അറിയാവുന്ന എത്ര തരത്തിലുള്ള ലാംഗ്വേജ് ഉണ്ട് അത് നോക്കുക. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി അത് നമ്മൾ തന്നെ അളക്കുക. ഇപ്പോൾ നമ്മൾക്കൊരു IELTS ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എത്രത്തോളം ലാംഗ്വേജ് സ്കില്ലുണ്ട്. അല്ലാത്തവർ സ്വന്തമായിട്ട് നമ്മളുടെ നില നമ്മൾ തന്നെ അതിനകത്ത് മെൻഷൻ ചെയ്യുക. C1 ആണോ B1 ആണോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മെൻഷൻ ചെയ്യാം. അതേപോലെ തന്നെ ഉള്ള ക്വാളിഫിക്കേഷൻസ് അതെന്തൊക്കെയാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ CAD അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എഴുതുക. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു ബെനിഫിറ്റാണ്. അതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷിലാണ് ഈ CV ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ CV ടൈപ്പ് ചെയ്യാൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, കോൺടാക്റ്റ് ചെയ്തോളൂ. ഞാനിപ്പോൾ എന്തെങ്കിലും പേഴ്സണൽ അസിസ്റ്റൻസ് വേണമെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഒരു CV ഫോർമാറ്റും അതേപോലെ തന്നെ ഈ CV ഫോർമാറ്റ് ഉണ്ടെങ്കിൽ തന്നെയാണ് യൂറോപ്പിൽ നമുക്ക് ജോബ് ഈസി ആയിട്ട് കിട്ടുന്നത്. കാരണം ഇതിൽ വ്യക്തമായിട്ട് അറിയാം ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ ഫില്ല് ചെയ്യാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് നോക്കുക, നമുക്ക് ഡെഫിനറ്റ്ലി ഫില്ല് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ പരമാവധി നിങ്ങളെ സഹായിക്കാനായിട്ട് നോക്കുന്നതായിരിക്കും.